ഇത് കേട്ടാൽ കേക്കച്ചൻ പോയി ചത്തുകളയും. സതീശ, കേക്കച്ച, നീ എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സ്കെച്ച് ചെയ്തോ അന്ന് തൊട്ട് നിന്റെ കഷ്ടകാലം തുടങ്ങി. തന്നെ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന സകല പ്രവർത്തകരും അമ്മപെങ്ങന്മാരും സ്കെച്ച് ചെയ്തു കഴിഞ്ഞു. അവരുടെ അഭിപ്രായത്തിൽ നീ കോൺഗ്രസിനെ നശിപ്പിച്ചിട്ട് വനവാസത്തിന് പോകുന്നതിനേക്കാളും നല്ലത് നീ പറ്റിയാൽ ഇന്ന് തന്നെ വനവാസത്തിനോ പറവൂർ ശാന്തയുടെ അടുക്കളയിലേക്കോ തട്ടുംപുറത്തേക്കോ പോകുന്നതാണ് ഈ നാടിന് നല്ലത്, പാർട്ടിക്ക് നല്ലത്. സതീശ, നീ ഇത്രയും PR വർക്കുകൾ നടത്തിയിട്ടും റീൽസ് ഇറക്കിയിട്ടും തരവഴികൾ കാണിച്ചിട്ടും നിനക്ക് ഈ നാട്ടിലെ അമ്മപെങ്ങന്മാർ എന്ത് വിലയാണ് തരുന്നതെന്ന് ചെവി തുറന്ന് കേൾക്കുക. നിനക്ക് നിന്നെക്കുറിച്ച് പോലും ഒരു ബോധ്യവും ധാരണയുമില്ല എന്നതാണ് പരമാർത്ഥം. കോൺഗ്രസ് പാർട്ടി ഈ നാടിൻ്റെ പ്രതീക്ഷയാണ്. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന മുതിർന്ന നേതാക്കൾ ഈ കേക്ക് നക്കിയെ എത്രയും വേഗം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അവൻ്റെയും ആ കോവാലൻ്റെ കളിപ്പാവ ആ അരമനക്കൊണ്ടനെയും അടിച്ചോടിച്ച് ചാണകവെള്ളം തളിച്ച് KPCC ശുദ്ധികലശം നടത്തുക. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ സജ്ജമാക്കുക. ഈ കേക്ക് നക്കിയെ കണ്ടാൽ ജനങ്ങൾ കുറ്റിച്ചൂലെടുക്കും. ഹൈദരാബാദിൽ നിന്നും 76 വയസ്സുള്ള മറിയാമ്മ മാത്യു എന്ന അമ്മച്ചി വിളിച്ചത് കേൾക്കുക. ഇതുപോലെ ആയിരക്കണക്കിന് അമ്മമാരാണ് ഇവനെതിരെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാണം കെട്ട കേക്കച്ചന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവൻ രാജിവെച്ച് ആ താരകയുടെ തട്ടുകടയിൽ വല്ല പണിക്കും പോവുക. i2 ന്യൂസ് മിഷൻ 60 14-ാം ദിവസമായി ഇന്നും ആയിരക്കണക്കിന് കോളുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് മറിയാമ്മച്ചിയുടെ വാക്കുകൾ കേൾക്കുക. ഇത് ഹൈദരാബാദിൽ നിന്ന് 76 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് വിളിക്കുന്നത് കേട്ടോ. അമ്മച്ചിയുടെ പേര് മറിയാമ്മ മാത്യു. എന്റെ പൊന്നു മോനെ, ആ സതീശന്റെ വായിക്കാത്ത വല്ലതും കുത്തി കയറ്റി അവനെ എവിടെയും ഇരുട്ടടി കൊടുത്ത് അവനെ എവിടെയും കൊണ്ട് കളയാമോ? വായിത്തരത്തി പോനെ ആ പാവം പിടിച്ച രാഹുലിനെ പിടിച്ച് എന്തോ കാണിക്കുന്ന ഇത് ഉള്ളത് പറഞ്ഞാൽ ഈ ഫോണൊന്ന് കാണാൻ പോലും മനസ്സ് വരുന്നില്ല. കാണുന്നത് ഇപ്പൊ നിങ്ങളുടെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. എന്തിനവൻ ഇങ്ങനെ ചെയ്യുവായവനെ ആ ചെറുക്കനായിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു? അന്യരായ ഞങ്ങൾക്കൊക്കെ അവന്റെ ഈ കാര്യം കണ്ടിട്ട് സഹിക്കുന്നില്ല. അന്നേരം അവന്റെ ആ മാതാവിന്റെ അവന്റെ കൂടപ്പുറത്തിന്റെ ഒക്കെ വേദന അവരുടെയൊക്കെ എന്തുമായിരിക്കും അവൻ എവിടെ കൊണ്ട് തീർക്കും അവനെ? ഈ ശാപം കെട്ട പട്ടി ഇല്ലാതെ ഇന്നലെ പിണറായിയുടെ കൂടെ നക്കുന്ന കണ്ടന്റെ പണ്ടും തൊലിച്ചുകൊണ്ടിരുന്നു. പിണറായിയുടെ ചന്തി അടിക്കാൻ നടക്കുവാ പാർട്ടി ആന്തയ്ക്ക് വരക്കാത്തവന്. ഇവന്റെ വാണ്ട ഇട്ടിട്ടങ്ങ് പിറ്റേനോട്ട് വെച്ച് വരയ്ക്കാനുള്ള ദേഷ്യം കൊണ്ട് പൊന്നുമോനെ. ഞാനൊരു പറഞ്ഞില്ലോ 76 വയസ്സ് അമ്മയ്ക്ക ഞാൻ ഉറച്ച ഒരു കോൺഗ്രസ്സുകാരിയാ. എന്റെ വിജയപ്പറ്റം തൊട്ട് കോൺഗ്രസ്സുകാരാ ഞങ്ങള്. അല്ല, ഇവന് രാഹുല് നിയമസഭയിൽ വരാൻ പാടില്ലെന്നാണ് ഇവന്റെ കൽപ്പന. അവനെ പാലക്കാട് അവിടെ ഉള്ളവർ അവനെ ജയിപ്പിച്ചത് നിയമസഭയല്ലാതെ ഇവന്റെ മുൻതൊന്നിനകത്ത് ചെല്ലാനാണ് മനസ്സിൽ ജയിപ്പിച്ചത് അവനെ. ഈ പാർട്ടി ഇവൻ കോൺഗ്രസിനെ നശിപ്പിക്കും. ഒരു വേണുഗോപാലും ഈ താവി പറമ്പിലും ഈ മാങ്കൂട്ടം മോനും മറ്റേ ജാൻഡി ഉമ്മന്റെ മോനും ഇവരൊക്കെ കുറെ അവര് കയറി വന്നപ്പോഴല്ലേ കോൺഗ്രസിന്റെ ഒരു ജീവൻ വെക്കാൻ തുടങ്ങിയത്. അങ്ങ് കുഴിയിലോട്ട് ഇറക്കാൻ തുടങ്ങിയതല്ലേ. എന്റെ പൊന്നുമോനെ പറഞ്ഞില്ലേ, ഇവന്റെയൊക്കെ മോന്ത കാണുമ്പോ അങ്ങ് ഇടിച്ചങ്ങ് പരത്താനാ തോന്നുന്നത്. ഇടിച്ച് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം പറയാം. ഞാൻ ഹൈദരാബാദിലായിരിക്കുന്നത് കേട്ടോ. ആണ് എന്റെ കൊറേ ദിവസം കൊണ്ട് എന്റെ മോന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തർ പ്രതികരിക്കുന്ന മൊത്തവും ഞാൻ കേൾക്കുന്നുണ്ട്. എവിടുന്നെല്ലാം വിളിക്കുന്നത്. ആരെങ്കിലും ഇതിനെ കുറ്റം പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ഈ എന്ത്രത്തി മക്കളെല്ലാം കൂടെ കൂടിക്കൊണ്ട് ചുമ്മാതെ നാട് മൂട്ടിച്ച് തേച്ച് കൈ ഒരു പിണറായി മുട്ടിച്ച് തേച്ച് കൈ അവന്റെ ചന്തി അടിക്കാൻ നടക്കുകയല്ലേ അവന്? അയ്യോ എന്തോ തീട്ടത്തിന്റെ തന്നെ പട്ടിക്കൊരു ഊട്ടി വിട്ടാലെന്തുവാ? നേരത്തെ വാത്തി അവന് ലജ്ജയില്ലായിരുന്നല്ലോ. ഒരുത്തനെ പിന്നെ സ്റ്റേഷനിൽ ഇട്ട് ഇഞ്ചതാര് പരിവാക്കി അതിന്റെ അറിഞ്ഞതിന്റെ തന്നെ തീട്ട തിന്നാൻ പോയത്. അല്ല എന്തോ കേസുവിന്റെ ഏതോ ചുമതലയുള്ള ഒരു ചെറുക്കനല്ലായിരുന്നോ അത്? അതിനെ ഇഞ്ചതാര് പരിവാക്കിയത് കണ്ടുമ്പോ അവൻ പോയേക്കൊണ്ട് തീട്ടത്താക്കാനെ കൊണ്ട് ഞലി ചെറുക്കണ ആ പണ്ടുവരിപ്പ് കണ്ടില്ലേ? വിരിപ്പ് കണ്ടേച്ചാലും മതി അവന്റെ വിരിപ്പ്. എവനല്ലയോ കേക്ക് മുറിച്ച് തിന്നാനും ഒക്കെ പോയത്. ആ സാമ്പിളിന്റെ ചേർക്കാൻ ആരുടെയും കേക്ക് തിന്നാനും ഒന്നിനും പോയില്ലല്ലോ. എവന് എന്തോ ഇതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു അവനൊക്കെ. ഇന്ത്യ ഗർഭാലത്തിയോരെ ആരെയും കിട്ടിയില്ല ഇതുവരെ. അമ്മമാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാ അവനെ. പിണറായിയുടെ പുറകിൽ കിടന്ന് ഉണ്ടാക്കുവാ അവനെ. മനുഷ്യരെല്ലാം കൂടെ കൂടിയൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തെ മേപ്പെട്ട് കൊണ്ടുവരാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ എന്റെ ഒരു മോൻ വയ്യാത്ത ഉണ്ടായിരുന്നു. അവൻ മരിച്ചു. ഇപ്പൊ 1 വർഷമായി. ആ വയ്യാത്ത മോന്
വയ്യാതിരുന്നിട്ട് പോലും അവൻ അവസാന വോട്ട് വരെ അവൻ ചെയ്തു വെച്ച് പോയി അവൻ കേട്ടോ. ഞങ്ങൾ ഈ ഹൈദരാബാദി ആയിട്ട് പോലും ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വോട്ട് ഞങ്ങൾ നാട്ടിലാണ് ചെയ്തത്. അന്ന് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. നാന്ദി കേട്ട കാര്യം അതിന്റെ കാര്യം കേൾക്കുമ്പോ സങ്കടം വരുക ആ പയ്യന്റെ കാര്യം കേൾക്കുമ്പോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവനെയാണ്, ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ സാബി പറമ്പരും അവരുമൊക്കെ തന്നെ കഴകത്തുള്ളവരല്ലേ അവരൊക്കെ. ഈ പഴുപ്പന്റെ കണക്കാണോ ഈ വെറുവായിക്കരി എന്ന പഴുപ്പന്റെ? അല്ല രമേശന്റെ ഉണ്ട്, അവന് കണ്ണുകൊണ്ടും കണ്ണുണ്ടോന്ന് ഇനി തപ്പി നോക്കിയല്ലേ വെക്കും അവന്റെ കണ്ണോ വേണ്ടി അവനെയൊക്കെ പിടിക്കാൻ പോവാ. ഇരുത്തിയോടെ വേണോ അടിക്കാൻ? ഇവൻ തോറ്റുപോയാൽ ഇവൻ വനവാസത്തിന് പോകുന്നാ പറയുന്നേ. ആ വനത്തിൽ അവന് ഏറ്റവും പറ്റിയ പണി അതാ നല്ല. ഈ മനുഷ്യരായിട്ട് ഇങ്ങനെ വലയ്ക്കാതുകൊണ്ട് അവനതാ നല്ലതാ. ആനാലും ഇപ്പഴേ പറഞ്ഞില്ലയോ എനിക്ക് പിന്നെ വായിക്കാത്ത വല്ല പശ വല്ല കുത്തിക്കയറ്റി എല്ലാം കൂടെ കുത്തിച്ച് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല ഇരുട്ടടി കൊടുക്കണം അവന്, നല്ല ഇരുട്ടടി അടിച്ച് അവന്റെ മണ്ട അടിച്ച് കയറണം. ഇതുവരെ പിണറായിയാ കൊള്ളരുതാത്തൊന്ന് മനസ്സിൽ വിചാരിച്ചത്. ഇപ്പൊ അവനെക്കാട്ടി കഷ്ടപ്പെട്ട് ഒരു തെണ്ടിയായിട്ട് വന്നേക്കുവാ ഈ പരതാരി. അല്ല ഇവൻ നമ്മുടെ മുഖ്യമന്ത്രി ആകുന്ന അവസ്ഥ ഓർത്ത് നോക്കിയേ. നല്ലതായിരിക്കും. മറ്റവൻ ചെയ്തതിന്റെ നമ്പരമായിരിക്കും എവനെ മുഖ്യമന്ത്രി അല്ല ഇനി ഒരു MLA സ്ഥാനത്ത് പോലും ഈ നാട്ടിനെ ഇരുത്താനും മനസ്സിലായി ദയവ് ചെയ്തോല്ലേന്ന് പൊന്നുപോയി പറവൂരുകാരോട് പറയാനുണ്ട്, ഈ തെണ്ടിയെ യാതൊരു കാരണവശാലും ഓരോ വോട്ട് പോലും കൊടുത്ത് ജയിപ്പിക്കല്ലേ എന്നാ ഞാൻ പറയുന്നത്, അവരോട് പറയുന്നത് കേട്ടോ. ഒരു വോട്ട് പോലും ഈ തെണ്ടിക്ക് കൊടുക്കല്ലേ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും ആ KC വേണുകാരും അവരെയൊക്കെ നല്ല മനുഷ്യരായിട്ടാണ് പണ്ട് കരുതിയത്. പക്ഷെ ഇപ്പൊ ഇതുപോലെ പരതാറകള് ലോകത്തുണ്ടാവത്തില്ല. ലോകത്ത് എന്തിനിങ്ങനെ മുടങ്ങും? ആ ചെറുക്കൻ എന്ത് തെറ്റ് ചെയ്തു അവന്റെ ഗർഭം അഞ്ചേ അവളെ ഇവിടെ പോയി ഗർഭക്കാരി ഇതുവരെ പറ്റില്ലേ അവള് ഇതുവരെ? അത് തിരക്ക് നടക്കുവോ? പാക്കിന് വിൽക്കാനുണ്ടോ പാത്ത വിൽക്കാനുണ്ടോ നടക്കുന്നവര് പാക്ക് ഗർഭക്കാരെ തിരക്ക് നടക്കുവോ കുറെ ആളുകള്. ഈ രാഹുലിനെ നാണം കെടുത്താൻ ശ്രമിച്ച് ഇപ്പൊ സത്യം പറഞ്ഞാല് ഇവന്മാര് നാണം കെടുന്ന അവസ്ഥയത്തില് രാഹുലിന്റെ വില കൂടുതലല്ലേ ഇത്? ഇത് ഒരു മനത്തേരെങ്കിലും ഫോണിനകത്ത് കൂടെ വാസ്തവം പറഞ്ഞാൽ മോന്റെ ഒരൊറ്റ ചാനലെ കൊണ്ട് അവനെ പഴി പറയാത്തത്. മറ്റുള്ള പെൻഡികൾ മൊത്തം ഒരേ രീതിയിലുള്ളവരാ. എനിക്ക് അല്ലാണ്ട് ഒരു മുട്ട വരെ തിരത്തി പോലെ അവന്റെ അത് കാണുമ്പോഴേ ഞാനത് നീക്കിയാൽ കളയാ. ആ ചാനൽ ഇത് കാണുമ്പോഴേ വേറെ വായിക്കരി കേട്ടവന് അവനൊറ്റ തന്നെ ചെയ്യുന്ന ആദ്യത്തരം കാണിച്ചത് മൊത്തവും വേണ്ടാത്ത വേലകൾ മൊത്തവും കാണിച്ച ഒരു ചെറുക്കന്റെ ഭാവി നശിപ്പിച്ചിരിക്കുക. ഭാവി അവനെ നിയമസഭയെ കയറി അവന് എന്തെല്ലാം ചെയ്യുന്നെങ്കിൽ അങ്ങ് ചെയ്യട്ടെ. പണ്ട് KM മാണി കിടന്ന് നിയമസഭയെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് KM മാണിയുടെ പണ്ടേക്കാരാൻ എന്തുവാ ഒരുക്കത്തുണ്ടായിരുന്നല്ലോ. ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വായിലോട്ട് മുണ്ട് പൊക്കിക്കൊണ്ട് കയറിയില്ല. അതുപോലെ തന്നെ അവന്റെയൊക്കെ മണ്ട അടിച്ച് കീറി കളയണം. മണ്ട കയറാൻ ചെല്ലുന്നവന്റെയൊക്കെ വേണ്ടികള്. മോൻ നല്ല സ്ട്രോങ് ആയിട്ട് മക്കളെ എങ്ങനെയും അച്ചടിക്കനെ എങ്ങനെയും പാലക്കാട്ടുകാർ ഉദിക്കുന്നു. മറ്റുള്ള പാർട്ടിക്കാരല്ലേ അതും ഇതും പറയുന്നത്. BJP-ക്കാരും ഒക്കെ അവിടെ ചെല്ലരുതെന്നൊക്കെ പറയണേ. അവിടെ എവനെ ജയിപ്പിച്ചവര് പറയുന്നില്ലല്ലോ ചെല്ലരുതെന്ന്. പറയുന്നുണ്ടോ? പാലക്കാടുകാരെല്ലാം ഒന്നടങ്കം അവന്റെ കൂടെ. അതാ പറഞ്ഞത്. പറഞ്ഞില്ല മോനെ, ഒത്തിരി ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബുക്കിനകത്ത് നിന്റെ നമ്പർ എനിക്ക് കണ്ണ് കാണത്തില്ല. എന്നിട്ട് ഞാൻ ലൈറ്റ് വെട്ടത്ത് പോയി ഈ നമ്പർ കുറെ ദിവസമായിട്ട് കൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ട് കേട്ടോ. 2-3 വട്ടം നോക്കി കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വേറെ ഒരെണ്ണം കണ്ടോണ്ടിരുന്നു കൊണ്ട് വിളിച്ചത് ഇത്. രണ്ട് അടൂരുള്ള ഒരാളും ഒരു പെണ്ണുപിള്ളയൊക്കെ കിടന്ന് പറയുന്ന അത് കേട്ടുകൊണ്ടിരുന്നാ ഞാൻ ഈ നമ്പർ. അന്നേരം എന്റെ ഉദ്ദേശം എന്തുവാന്നു അത് കാണുന്നല്ലോ. അന്നേരം കിട്ടി ആദ്യം അതായിരുന്നു കട്ട് ചെയ്തത് ഞാൻ കേട്ടോ. ഒത്തിരി ഉണ്ട് മോനെ. എന്റെ പൊന്നുപോകാൻ സ്ട്രോങ്ങായിട്ട് നിന്റെ ആ പയ്യനെ ഒരു കാരണവശാലും അവനെ ഇതാക്കാൻ നോക്കല്ലേ മക്കളെ. സത്യം പറഞ്ഞ അവന്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരൊന്ന് നല്ല രീതിയിൽ വന്നതല്ലേ. അന്ന് വോട്ട് സമയത്ത് അതിനെ പാലക്കാട്ടിൽ എല്ലാം കാണിച്ചു. കാണ്ടുകൊണ്ട് കുറെ ഒരു നീലപ്പെട്ടി കൊണ്ടുവന്ന് റൂമിനകത്ത് കയറി പെണ്ണുങ്ങളെ പരിശോധിക്കുന്ന എന്തെല്ലാം കാണിച്ച. ഈ പെണ്ണുങ്ങൾ എന്തോയിന് തുരിഞ്ഞിറങ്ങിയതായിരുന്നു അവളുമാര്. ഈ ഉമാ തോമസും അവളുമാരൊക്കെ എന്തോയിന് ഇറങ്ങിയതായിരുന്നു. അവനെ കുറ്റം പറയുന്ന കേട്ട അവിടെയൊക്കെ വോട്ട് സമയത്ത് ഇതൊക്കെ പോയി ഒത്തിരി പാടുപെട്ടതായിരിക്കും അവിടെയൊക്കെ ഇല്ലയോ. അവളുമാരൊക്കെ അവനെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഒത്തിരി താങ്ക്സ് ഉണ്ട് പോലെ. പ്രാർത്ഥനയിൽ ഓർത്തോളാം എന്തെങ്കിലും ഒരു വഴി തെളിയിച്ച് കൊടുക്കാൻ ഇടയാക്കട്ടെ കേട്ടോ. ഈ വരുന്ന 15-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ രാഹുലിനെ വീട്ടിൽ പോയി പൊക്കിക്കൊണ്ട് നിയമസഭയിൽ കൊണ്ടുപോകും. കേക്കച്ച
നിന്റെ കിണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇത് തടയുവാൻ നോക്കുക. 15-ാം തീയതി രാഹുലിൻ്റെ വീട്ടിൽ എത്തുവാൻ സാധിക്കുന്നവർ ഞങ്ങളെ വിളിക്കുക. രാഹുലിനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസ് തിരികെ എത്തണം എന്നാഗ്രഹിക്കുന്നവർ, നമുക്ക് ഒരുമിച്ച് രാഹുലിനെ നിയമസഭയിൽ എത്തിക്കാം. ഈ കേക്കച്ചന് അല്പം ഉളുപ്പുണ്ടാകുന്നതുവരെ ഇതുപോലെ അമ്മമാർ പ്രതികരിക്കട്ടെ. i2i ന്യൂസ്, റിയാക്ട് ഫോർ ഐ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.